ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്റ്റിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റിനെ പരിചയപ്പെട്ടാലോ? ഇതൊരു ഫ്രൂട്ടും കൂടെയാണ്. പക്ഷേ ഫ്രൂട്ട് എന്ന നിലയിൽ എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യമില്ല. നമ്മുടെ തൊടിയിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിലാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇതിനെനിക്ക് കൂടുതൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് പരിചയപ്പെടുത്താനാണ് താല്പര്യം. ഇതൊരു ഫ്രൂട്ട് എന്ന നിലയിൽ നമ്മൾ പരിചരിക്കാതെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് എന്ന രീതിയിൽ പരിചരിക്കുകയും ഒക്കെ ചെയ്താൽ ഇത് ബെസ്റ്റാണ്. കാരണം ഫ്രൂട്ട് എന്ന നിലയിൽ ഇതത്ര സക്സസ് അല്ല. ഇതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും അത്ര ഇഷ്ടമാവണമെന്നില്ല. ഇതിൻ്റെ പൂവിന് ഒരു ദിവസത്തെ ആയുസ്സാണുള്ളത്. ഇത് നന്നായി പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ആയുസ് വെറും ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ലെമൺ വൈൻ നമുക്ക് ചട്ടിയിലും അതുപോലെ തന്നെ മണ്ണിലും നട്ട് വളർത്താം. ഇപ്പോൾ ഇത് തൈകൾ നട്ടിന് ശേഷം ഏകദേശം ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്കിത് കായ്ഫലം തരും. ഈ ലെമൺ വൈൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഈ പുളിവെണ്ടയുടെ അതേ ഒരു കൊഴുപ്പാണ് ഇതിന്. പിന്നെ അതുപോലെ തന്നെ പുളിയാണ്. നമ്മൾ തക്കാളിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാം. മീൻകറിയിലൊക്കെ തക്കാളിക്ക് പകരം യൂസ് ചെയ്യാം. ഞാനിത് ജ്യൂസ് അടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊഴുപ്പാണ് ഫീൽ ചെയ്തത്. ഒരു തവണ ജ്യൂസ് അടിച്ച് നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ജ്യൂസ് അടിച്ച് നോക്കിയില്ല, കാരണം എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുളി അത്രക്ക് ഇഷ്ടമായില്ല. പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് അത്രക്ക് ഇഷ്ടമാവില്ല, എന്നാൽ ഇഷ്ടമാവുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെമൺ വൈനൊക്കെ നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ കായ ഒന്ന് കഴിച്ച് നോക്കി നമുക്ക് ഇഷ്ടമാവോ ഇല്ലേ നോക്കിയിട്ട് മാത്രം വെക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അലങ്കാര ചെടിയായിട്ട് വെക്കാം, വെട്ടി നിർത്തിയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വളർത്തുന്ന പോലെ മുകളിൽ ടയറൊക്കെ കെട്ടി ആ ഒരു രീതിയിലാണ് ലെമൺ വൈനും നമ്മൾ ഉണ്ടാക്കാറ്. നമുക്ക് മറ്റ് ഫലങ്ങളിൽ നിന്ന് ഇതിനൊരു വ്യത്യസ്തത കാണാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കായൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ഇലകളായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണും, ഈ ഫോട്ടോയിൽ വീഡിയോസിൽ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ പച്ച കായ കൊണ്ട് അച്ചാറിടും, അതുപോലെ തന്നെ പഴുത്തതുകൊണ്ട് ജ്യൂസ് അടിക്കും, ജാം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ജ്യൂസ് അടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തക്കാളി കൂട്ടാൻ പോലെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടി, കുറച്ചുകൊണ്ട് ഉണ്ടാക്കിയാൽ മതിയാവും. അത് രണ്ടും സക്സസ് ആയിരുന്നു. പക്ഷേ ഞാൻ അച്ചാറോ അല്ലെങ്കിൽ ജാമോ ഒന്നും ഇതുകൊണ്ട് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. പടർന്ന് പിടിക്കുന്ന ചെടിയാണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇത് ചട്ടിയിൽ വളർത്തിയിട്ട് ഒരു 2-3 അടി പൊക്കത്തിൽ ബുഷ് രീതിയിലാക്കി വളർത്താവുന്നതാണ്. അതായിരിക്കും ബെസ്റ്റ്. കാണാനും നല്ല ഭംഗിയാണ്. പൂത്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ കായാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഇത് നമുക്ക് കമ്പുകൾ മുറിച്ചും നടാവുന്നതാണ്. അല്ലാതെ ഇതിൻ്റെ തൈ തന്നെ വേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് നനവ് അധികം കൂടാൻ പാടില്ല. കൂടിയാൽ ഈ ചെടി അഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചട്ടിയിലൊക്കെയാണ് നമ്മൾ നടുന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് മാത്രമേ വേണ്ടതുള്ളൂ. അധികമായാൽ ചെടി നശിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ പച്ച കായമൊക്കെ തന്നെ ഇലകളും വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇതിൻ്റെ പൂവും വിരിഞ്ഞു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലുമാണ്. ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് അതുപോലെ തന്നെ പൂവൊക്കെ കാണാൻ, ഈ കായാണെങ്കിലും ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു ഫ്രൂട്ട് എന്ന നിലയിൽ ഒരിക്കലും നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നമ്മൾ വീട്ടിലൊരിക്കലും നട്ട് വളർത്തരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി ഇഷ്ടമായവർക്ക് അതങ്ങനെ ചെയ്യാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ പഴം. അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കുരുവാണ് ഉണ്ടാവുക. 1-2 ഒക്കെ ചിലതിലുണ്ടാവാൻ തോന്നുന്നുണ്ട്. ഇത്രയും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഒരുപാടൊന്നും
ഉണ്ടായില്ല. പിന്നെ അടുത്ത പ്രാവശ്യം അത് നന്നായതുമില്ല. അടുത്ത പ്രാവശ്യം കായ വന്നപ്പോൾ അത്ര നന്നായില്ല. അപ്പോൾ എനിക്കും ഒരു വട്ടം കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ ജ്യൂസും അതുപോലെ തന്നെ തക്കാളി കൂട്ടാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ലെമൺ വൈനിൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.